യൂത്ത് കോൺഗ്രസിൽ നാളുകളായി നീണ്ടുനിന്ന ആശങ്ക അവസാനിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി OJ ജനീഷ്, നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു OJ ജനീഷ്. OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപനം എന്നുണ്ടാകും? അതിങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാനത്ത് ഒരു സമര കാലഘട്ടത്തിലേക്ക് നീങ്ങേണ്ട സമയത്ത് സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന് അധ്യക്ഷനില്ലാതെ നിൽക്കുന്നു എന്നുള്ള ഗതികേടായിരുന്നു യൂത്ത് കോൺഗ്രസിനെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വേട്ടയാടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും ഈ ഒരു പരിഹാരപര അധ്യക്ഷനെ കണ്ടെത്തിയിരിക്കുന്നു. തർക്കങ്ങൾക്കൊടുവിൽ വലിയ തർക്കങ്ങളായിരുന്നു നേരിട്ടിരുന്നത്. പല പേരുകൾ കേട്ടു. നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിയുടെ പേരായിരുന്നു ഏറ്റവും സജീവമായി പരിഗണിച്ചിരുന്നത്. ഒപ്പം ബിനു ചുള്ളിലിന്റെയും KM അഭിജിത്തിന്റെയും പേരുകളും പരിഗണിച്ചിരുന്നു. അതിനൊടുവിലാണ് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഷാഫി പറമ്പിൽ കൂടിയെടുത്ത നിലപാട് വിജയിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിരുന്ന പേരായിരുന്നു OJ ജനീഷിന്റേത്. എ ഗ്രൂപ്പിന്റെ തന്നെ KM അഭിജിത്തിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടെങ്കിലും ഏറ്റവും ഒടുവിൽ OJ ജനീഷ് മതി എന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന ഭാരവാഹികളിൽ നിന്ന് ഒരാൾ തന്നെ സംസ്ഥാന അധ്യക്ഷനാകണമെന്നുള്ള ചില കോണിൽ നിന്നുള്ള അഭിപ്രായങ്ങളായിരുന്നു. പ്രത്യേകിച്ചും അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കാതിരിക്കാൻ ബിനു ചുള്ളിലിനെ ആക്കാനുമുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇത്തരത്തിലൊരു ഫോർമുലയിലേക്ക് എത്തിയിരിക്കുന്നത്. KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായാണ് OJ ജനീഷ് തുടങ്ങുന്നത്. അതിന് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അതിന് പിന്നാലെ KSUവിന്റെ തന്നെ ജില്ലാ പ്രസിഡന്റായി, തൃശ്ശൂരിന്റെ ജില്ലാ പ്രസിഡന്റ് വരെ എത്തുകയും പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും OJ ജനീഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല KSU കാലം മുതലേ കോൺഗ്രസ് പ്രവർത്തകനായി KSU പ്രവർത്തകനായി കടന്നു വന്നതാണ് OJ ജനീഷ്. പക്ഷേ ഇപ്പോഴും തൃശ്ശൂരിനപ്പുറത്തേക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ OJ ജനീഷിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു OJ ജനീഷിനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട വലിയ വിമർശനങ്ങൾ. അങ്ങനെ പരിഗണിക്കരുത്, മാത്രമല്ല ആ നിലയിൽ ഈ സംസ്ഥാന ഭാരവാഹിയാക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ തന്നെയാണ് മാനദണ്ഡമെങ്കിൽ അബിൻ വർക്കിയാണ് ആക്കേണ്ടത്. ഏറ്റവും അധികം വോട്ട് നേടിയത് അബിൻ വർക്കിയാണ് എന്നുള്ളൊരു ചിന്തയും നിലവിൽ നേതൃത്വത്തിന് മുൻപിൽ വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സാമുദായിക സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കൂടി ഈ OJ ജനീഷിന്റെ സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിലേക്ക് നിർണായകമായി. കാരണം കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതായിരുന്നു അബിൻ വർക്കിക്ക് വിനയായത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ജബി മേത്തറാണ്. അതിനോടൊപ്പം KSUവിന്റെ അധ്യക്ഷൻ നിലവിൽ അലോഷ്യസ് സേവ്യറാണ്. അതിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി കൂടി ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്.